രശ്മിയുടെ ജീവിതത്തിലാണ് എന്നും അങ്ങ് പ്രശ്നമാണ്. ഭർത്താവ് പിണങ്ങിപ്പോയി, കൊച്ചിന് അസുഖമാണ്, കടബാധ്യത, നോക്കുന്നിടത്തെല്ലാം പ്രശ്നം. അങ്ങനെ ഈ പ്രശ്നം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അടുത്തുള്ള ഏതെങ്കിലും ജ്യോതിഷനെയോ പൂജാരിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആൾദൈവത്തെയോ അല്ലെങ്കിൽ അച്ഛന്മാരെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ പോയി കാണും അല്ലേ, പ്രശ്ന പരിഹാരത്തിന് വേണ്ടി. ഈ സ്ത്രീയോ അങ്ങനെ പോയി. അവിടെ പോയപ്പോഴാണ് ഈ മന്ത്രവാദിനി പറയുന്നത് പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ട്, ഒറ്റ പരിഹാരമേ ഉള്ളൂ, ഒരാളെ ബലി കൊടുക്കുക. ബലി കൊടുത്തു ഈ സ്ത്രീ. ആരാണെന്നറിയാമോ? കേട്ടാൽ ഞെട്ടും. കേട്ടോ. നമ്മൾ ഈ അടുത്ത സമയത്ത് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ആ വീഡിയോ കണ്ടത്. കാണാത്തവർക്ക് കൊണ്ട് എൻ്റെ തൊട്ട് മേളിൽ ആ ലിങ്ക് ഉണ്ട്, ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ വീഡിയോയുടെ കണ്ടന്റ് ഇതാണ്. 2 കൊച്ചു കുട്ടികൾ ഒരു ശ്മശാനത്തിലിരുന്നു കൊണ്ട് അഹോരി പൂജ ചെയ്യുകയാണ്. ആ ശ്മശാനത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമല്ലോ? കത്തിയെരിയുന്ന ശവക്കൂനകൾ, ഒരു മനുഷ്യനും ഇല്ല. ആ സ്ഥലത്താണ് 2 കൊച്ചു കുട്ടികൾ എന്ന് പറയുക, ചേച്ചിയും അനിയത്തിയും കൂടെ, ചേച്ചി അനിയനും കൂടി പൂജകൾ ചെയ്യുന്നത്. ഞെട്ടിപ്പോകുന്ന കാഴ്ചയാണ്. നമ്മൾ ആ വീഡിയോ ചെയ്തു. ഒരുപാട് ചോദ്യങ്ങൾ അതിൽ വന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? കൊച്ചു കുട്ടികൾ ആരെങ്കിലും അവിടെ വന്ന് ഇരിക്കുമോ? അവർക്ക് പേടിയില്ലേ എന്നൊക്കെ പലരും ചോദിക്കും. പിന്നെ കുറേ കമൻറ്റുകൾ ഇങ്ങനെയാണ്, അത് ക്രിയേറ്റഡ് വീഡിയോ ആണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റുകൾ അതിൻ്റെ അടിയിൽ വന്നു. സത്യം കൊണ്ട് പറയട്ടെ, ഞാനും ഞെട്ടിപ്പോയി. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നൊക്കെ ഞാനും ചിന്തിച്ചു പോയി. അതെവിടെ നടക്കുന്ന അറിയാമായിരുന്നോ? ഛത്തീസ്ഗഡ് എന്ന് പറഞ്ഞ നോർത്ത് ഇന്ത്യൻ പ്രദേശത്താണ്. നമ്മൾ ചെന്നപ്പോൾ ഭീകരമായ കാഴ്ചയാണ് കാണുന്നത്. അവിടുത്തെ വിശ്വാസങ്ങൾ അങ്ങനെയാണ്, തീവ്രമാണ്, തലവെരുക്കുന്ന വിശ്വാസമാണ്. ഈ കത്തിയുടെ ശവത്തിൻ്റെ എല്ലുകൾ തിന്നുന്ന കാഴ്ചകൾ, അതിനോടൊപ്പം ഉറങ്ങുന്ന കാഴ്ചകൾ, എന്താണോ നമ്മൾ പേടിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അയ്യേ എന്ന് പറയുന്നത്, അതാണ് അവരുടെ വിശ്വാസങ്ങൾ. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മുടെ സൗത്ത് ഇന്ത്യ, അതായത് കേരളം, തമിഴ്നാട്, കർണാടക പോലെയുള്ള സ്ഥലത്ത് അത്ര തീവ്ര വിശ്വാസങ്ങളില്ല. ബാധയകറ്റുന്നു, എന്തെങ്കിലും പൂജിച്ചു കൊടുക്കുന്നു, നിൻ്റെ ദേഹത്ത് ബാധയാണ്, ഭൂതമെന്നൊക്കെ പറഞ്ഞ് കബളിപ്പിച്ച് വിടുന്നു. പക്ഷേ മറ്റിടത്ത് അങ്ങനല്ല. തല പോകുന്ന അല്ലെങ്കിൽ രക്തം കനീഭവിച്ച് പോകുന്ന വിശ്വാസങ്ങളാണ് അവിടെ ഉള്ളത്. അതിൽ കള്ളമേയില്ല. അവരുടെ വിശ്വാസം തീവ്രമാണ്. വാരണാസി പോലെയുള്ള സ്ഥലത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് കത്തിയെരിയുന്ന ശവത്തിൻ്റെ അരിയിൽ നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന കാഴ്ചയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊരു വിശ്വാസമാണ്. ഗംഗയിലേക്ക് ആ ശവത്തെ ഒഴുക്കി വിട്ടു കഴിഞ്ഞാൽ ആ ശവത്തിന് പുനർജന്യം ഉണ്ടാവും, അല്ലെങ്കിൽ ആത്മാവിന് സാക്ഷാത്കാരം ഉണ്ടാവും എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരുപാട് വിശ്വാസങ്ങൾ നോർത്ത് ഇന്ത്യയിലുണ്ട്. അതിലൊരു വിശ്വാസമാണ് നമ്മൾ ടെലികാസ്റ്റ് ചെയ്തത്. ഇനി വരാൻ പോകുന്നത് എപ്പിസോഡിൽ നിന്ന് മറക്കാതെ കാണണം. കാരണം നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഒപ്പിയെടുത്ത തീവ്ര വിശ്വാസമാണ് ഓരോ ആഴ്ച നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ചിന്തിച്ചു പോകും, യോ ഇങ്ങനെയൊക്കെ വിശ്വാസമുണ്ടോ, ചുമ്മാ തട്ടിപ്പാണ്, ക്രിയേറ്റഡ് വീഡിയോ ആണെന്നൊക്കെ ചിന്തിച്ചു പോകുന്നതിൽ യാതൊരു കഴമ്പുമില്ല. അങ്ങനെയാണ് അവരുടെ വിശ്വാസങ്ങൾ. എന്തായാലും നമ്മൾ വരും ദിനങ്ങളിൽ ആ എപ്പിസോഡെല്ലാം ടെലികാസ്റ്റ് ചെയ്യും. പിന്നെ ഇപ്പോൾ പുറത്തു വരുന്നൊരു വാർത്ത കേട്ട് നമ്മളിത് വീണ്ടും നമ്മൾ തലേ കൈവച്ചു പോകും. ഞാൻ പോയ സ്ഥലമാണ് ഝാർഖണ്ഡ്. ഛത്തീസ്ഗഡ് പോയി, ഝാർഖണ്ഡ് പോയി. അതിൽ ഝാർഖണ്ഡിൽ നിന്ന് വന്ന ഒരു വാർത്ത കേട്ട് മലയാളികൾ മാത്രമല്ല സർവ്വ ഇന്ത്യക്കാരും ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. എന്താണെന്നറിയാമോ? സ്വന്തം അമ്മ സ്വന്തം കുഞ്ഞിനെ ബലി കൊടുത്തു. ബലി കൊടുക്കുന്ന കാഴ്ച ഒരുപാട് കണ്ടിട്ടുണ്ടല്ലേ? നമ്മുടെ കേരളം മുഴുവൻ നടുങ്ങിയ ഒരു ബലിയാണ് പത്തനംതിട്ട ഇലന്തൂരിൽ നടന്നത്. അതിൽ പക്ഷേ ഒരു കാര്യമുണ്ട്, ബലിയാക്കപ്പെട്ടവർക്ക് രക്തബന്ധങ്ങളൊന്നുമില്ല. അലഞ്ഞ് തിരിഞ്ഞ് നടന്നവർ അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിലൊക്കെ കണ്ടുമുട്ടിയവരെയാണ് ഇവിടെ ബലി കൊടുത്തത് ഈ പൂജാരിയൊക്കെ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. സ്വന്തം അമ്മ, അതായത് അമ്മയുടെ ഉദരത്തിൽ 10 മാസം ജനിച്ച ആ കുഞ്ഞിനെയാണ് യാതൊരു ദയയില്ലാതെ ബലി കൊടുത്തിരിക്കുന്നത്. സംഭവത്തിൻ്റെ ചുരുക്കം ഇങ്ങനെയാണ്. രശ്മി ദേവി എന്ന് പറയുന്ന 35 വയസ്സുകാരി, അവരുടെ ഭർത്താവായ ഭീമർ സിംഗ്, 2 പേരും അങ്ങനെ സുഖമായിട്ട് മുന്നോട്ട് പോവുകയാണ്. കർഷകരാണ്. പക്ഷേ ഇവർ ഒരു അന്ധവിശ്വാസത്തിൽ പെടുകയാണ്. ഇതിനിടയ്ക്ക് ഈ രശ്മി ദേവി ഉപേക്ഷിച്ച് ഭീമർ സിംഗ് എങ്ങോ പോവുകയാണ്. അതിനുശേഷം അവരുടെ 2 കുട്ടികൾ, 13 വയസ്സുള്ള പെൺകുട്ടിയും 10 വയസ്സുള്ള ആൺകുട്ടിയും. അങ്ങനെ രശ്മി ദേവി ആ കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ പയ്യൻ, അത് ഇളയ കുഞ്ഞിൻ്റെ അസുഖം പിടിപെടുകയാണ്. കുറച്ച് നാൾ മുമ്പേ ഉണ്ട്. അങ്ങനെ പല ആശുപത്രിയിലും കയറി രക്ഷയില്ല, പല ആൾക്കാരെയും കാണിച്ചിട്ടും രക്ഷയില്ല. അങ്ങനെ ഈ രശ്മി ദേവി ഈ 2 കുട്ടികളെയും കൂട്ടിക്കൊണ്ട് ശാന്തിദേവി എന്ന് പറയുന്ന ആ ഗ്രാമത്തിൽ, ഈ സംഭവം നടക്കുന്ന ഫസീരാബാഗ് എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്താണ്. അവിടെയുള്ള ശാന്തിദേവി എന്ന് പറയുന്ന ഒരു മന്ത്രവാദിയുടെ ചെല്ലുകയാണ്. ഇവരാണെങ്കിൽ കാവേലി മുക്കാ തട്ടിപ്പോട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ഈ ശാന്തിദേവി. ശാന്തിദേവി അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. ഭർത്താവ് ഇന്ത്യയിൽ ചോദിച്ചു, ഭർത്താവ് പിണങ്ങിപ്പോയി എന്ന് പറയുന്നു. അതിന് കാരണമുണ്ട്, ഞാൻ പിന്നെ പറയാം. പിന്നെ എന്താ ഇപ്പോൾ വരെയുള്ള കാര്യം എന്താ? അതായത് എൻ്റെ കുഞ്ഞിന്, ഈ ഇളയ മകൻ അസുഖം വിട്ടുമാറുന്നില്ല, ഒരു മാനസിക പ്രശ്നമുണ്ട്, രാത്രി ഞെട്ടി ഉണരുകയാണ്. മാത്രമല്ല പഠിത്ത ശ്രദ്ധയില്ല, കുഞ്ഞിനും വിട്ടുമാറാത്ത അസുഖമുണ്ട്, എല്ലാം പ്രശ്നമാണെന്ന് ഈ അമ്മ ഈ മന്ത്രവാദിനോട് പറയുകയാണ്. മന്ത്രവാദിനോട് കിട്ടിയ ഇരയല്ല അവർ വിടുവോ? അവരങ്ങനെ മന്ത്രക്കളത്തിൽ പല കളങ്ങൾ വരയ്ക്കുന്നു, മറ്റേത് ഇടുന്നു, കബഡി നിർത്തുന്നു. ഒരു മുഖത്ത് ഭയങ്കര ഭാവങ്ങൾ മിന്നിമറയുന്ന കൂട്ടത്തിൽ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന, ചേർന്ന് നിൽക്കുന്ന ഭീംറാം എന്ന് പറയുന്ന ഒരാളുടെ മുഖത്തേക്ക് നോക്കിയാണ്. ഈ ശാന്തിദേവിയുടെ സഹായിയാണ്, എല്ലാത്തിനും കൂട്ടു നിൽക്കുന്ന പറ്റിയൊരാളാണ് ഭീംറാം.
ഭീമറാമും പെതുക്കെ തലയാട്ടി. പ്രശ്നമുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? പൂജാവിധികൾ ചെയ്യണം. അങ്ങനെ സ്ത്രീയെയും ആ കുട്ടിയെയും കൂടി മന്ത്രക്കളത്തിൽ പിടിച്ചിരുത്തുകയാണ്. തൊട്ടപ്പുറത്ത് 13 വയസ്സുള്ള കുഞ്ഞും മാറി നിൽക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് എന്താ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ അറിയാത്ത ഭാഗത്ത് കുഞ്ഞും നിപ്പുണ്ട്, പെൺകുട്ടി നിപ്പുണ്ട്. അങ്ങനെ മന്ത്രക്കളമൊക്കെ ഒരുക്കി കബഡി നിർത്തി പ്രശ്നം കണ്ടുപിടിക്കുകയാണ്. പ്രശ്നം മറ്റൊന്നുമല്ല, കൊച്ചിൻ്റെ ദേഹത്തൊരു ബാധയുണ്ട്. അതാണ് ഈ പ്രശ്നത്തിനെല്ലാം കാരണം. ഭർത്താവ് പിണങ്ങിപ്പോയില്ലേ, ഈ ബാധ കാരണമാണ് ഭർത്തൃസുഖം പോലും അനുഭവിക്കാൻ പറ്റാത്തത്, തനിക്ക് അറിയാമോ എന്നൊക്കെ പറഞ്ഞ് ആ സ്ത്രീയെ പിടിച്ച് വിരട്ടുകയാണ്. ആ പാവപ്പെട്ട, അല്ലെങ്കിൽ രശ്മി ദേവി എന്ന് പാവപ്പെട്ട പറയാക്കത്തില്ല, ആ സ്ത്രീ ചിന്തിക്കുകയാണ്, ശരിയാണ് ഭർത്താവ് പിണങ്ങിപ്പോയി, കൊച്ചിന് വിട്ടുമാറാത്ത അസുഖം, സാമ്പത്തിക ബുദ്ധിമുട്ട്, എല്ലാത്തിനും പ്രശ്നം, എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എന്താ പ്രതിവിധി എന്താണ് ആ സ്ത്രീ ചോദിച്ചു. പ്രതിവിധി ഒന്നേ ഉള്ളൂ, കന്യകയായിട്ടുള്ള ഒരു സ്ത്രീയെ ബലി കൊടുക്കണം. അവിടെയാണ് കളി മാറുന്നത്. ഇനി കന്യയെ തപ്പി എവിടെ പോവും അല്ലേ, അതാണ് വിഷയം. അപ്പോൾ അങ്ങനെ ഈ മന്ത്രവാദിനി ഈ രശ്മി ദേവി എന്ന് പറഞ്ഞ അമ്മയെ വിളിച്ച് കാര്യം പറയുകയാണ്. വേറെ എങ്ങും പോകണ്ട, കയ്യിൽ തന്നെ ഇല്ലേ ചോക്ക് കഷണം, ആ ചോക്ക് മതി, ചോക്ക് മരം തേടി വേറെ എങ്ങും പോകണ്ട. അതെന്തുവാന്ന് ഈ രശ്മി ദേവി ചോദിക്കുകയാണ്. സ്വന്തം മോളില്ലേ 13 വയസ്സുള്ള കൊച്ച്, അവളെ നമുക്ക് ബലി കൊടുക്കാം. ഏതൊരമ്മയും ഞെട്ടി വിറച്ചു പോകത്തില്ലേ. അതായത് അത്രയും നേരം ആ ഇളയ കുഞ്ഞോട്ട് അപ്പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് മൂത്ത കുട്ടി, ഇളയ കുട്ടിയൊക്കെ. ആ കുട്ടിയാണ് ബലി കൊടുക്കാൻ വേണ്ടി ഈ മന്ത്രവാദിനി പറയുന്നത്. ഏതൊരമ്മയും നടുങ്ങിപ്പോകുന്ന ഒരു വാർത്തയാണ് കേൾക്കുന്നത്. പക്ഷേ രശ്മി ദേവി ഇവിടെ നടുങ്ങുന്നില്ല. അതാണ് ഒരു മാതൃഹൃദയം ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കും അല്ലേ. ആരായാലും ഈ സ്വന്തം നായ്ക്കൾ പോലും അതിൻ്റെ കുഞ്ഞുങ്ങളെ പരിരക്ഷിക്കുന്ന കാഴ്ച നമ്മൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട് അല്ലേ. അതാണ് മാതൃസ്നേഹം. ഇവിടെ ആ സ്ത്രീക്ക് മാതൃസ്നേഹം ഉണ്ടാവുന്നേ ഇല്ല. എങ്ങനെയെങ്കിലും ആൺകുഞ്ഞിനെ രക്ഷിച്ചേ പറ്റൂ, അവൻ്റെ ദേഹത്തുള്ള അസുഖങ്ങൾ മാറ്റിയേ പറ്റൂ. ഇവിടെ ആ പെൺകുഞ്ഞിനെ ഒഴിവാക്കാൻ ആ അമ്മ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ അമ്മ താല്പര്യപ്പെടുകയാണ്. ശരി, ഞാൻ റെഡിയാണ്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അതിന് പറ്റിയ ആളുണ്ടല്ലോ, ഭീംറാം, അവൻ ചെയ്തോളും. അവൻ ആണെങ്കിൽ ലോക ക്രിമിനലാണ്. അവനാണെങ്കിൽ ചോര കണ്ട് അറപ്പും വെറുപ്പും തീർന്നവനാണ്. പൂ പറിക്കുന്ന പോലെയുള്ളവന് കൊല. അങ്ങനെ ഈ അമ്മയും മന്ത്രവാദിനിയുടെ സഹായമായിട്ടുള്ള ഭീംറാമും കൂടെ ഒരു രാത്രി പ്ലാൻ ചെയ്യുകയാണ്. അങ്ങനെ ആ രാത്രിയിലേക്ക് ഈ അമ്മയും 2 മക്കളെയും കൂടെ വിളിച്ചു വരുത്തുകയാണ്. ഒന്നും അറിയാതെ ഇളയ കുഞ്ഞിൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് വരികയാണ്. മൂത്ത കുട്ടിയെ 13 വയസ്സ് വരെ. അവർക്ക് അറിയത്തില്ല ഇനി അടുത്ത നിമിഷം എന്താ സംഭവിക്കാൻ പോകുന്നത്. ആ ഒരു രംഗം നമ്മുടെ മനസ്സിലേക്ക് ചിന്തിക്കണം കേട്ടോ. കാരണം ഒന്നും അറിയാതെ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് ഈ ആരോ കാണാൻ വരുന്നു എന്ന ഭാവത്തിൽ ആ കുഞ്ഞും കൂടി വരികയാണ്. അങ്ങനെ ആ മുറിയിലേക്ക് എത്തുന്നു. പിന്നെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? ഒരു സിനിമയിൽ പോലും കേട്ടുകേൾവില്ല സംഭവമാണ്. അമ്മ ഉൾപ്പെടെ ഭീംറാമും ആ മന്ത്രവാദിനോട് ചേർന്ന് ഈ കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ച് കൊല്ലുകയാണ്. എന്നിട്ട് ദൈവത്തിന് ബലി കൊടുത്തു എന്ന് പറഞ്ഞ് ആർത്തട്ടഹസിക്കുകയാണ്. അങ്ങനെ ആ കുഞ്ഞിൻ്റെ മരണത്തോടു കൂടി ഈ ഇളയ കുഞ്ഞിൻ്റെ രോഗമെല്ലാം ഭേദമാകുമെന്ന് അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ്. തൊട്ടപ്പുറത്ത് ഒരു കുഴിയെടുക്കുന്നു, ആ കുഞ്ഞിനെ മൂടുന്നു. അതോടെ ആ കഥ അവിടെ അവസാനിക്കുകയാണ്. പക്ഷേ ഇവിടെ കഥ അവസാനിക്കുന്നില്ല. നമ്മളൊക്കെ വിചാരിച്ചു ഇതോടെ തീർന്നു, ഒരിക്കലും ഇത് സംഭവം പുറത്തു വരത്തേ ഇല്ലെന്നുള്ളത്. കുറച്ച് നാൾക്ക് മുമ്പുള്ള സംഭവമാണത്. ഇതെങ്ങനെ പുറത്തു വന്നെന്നറിയാമോ? ഈ ഇളയ കുഞ്ഞിൻ്റെ അസുഖം ഭേദമാകുന്നില്ല. അവൻ ഓരോ ദിവസം കഴിയും തോറും അസുഖം കൂടി വരികയാണ്. ചേച്ചിയെ കാണുന്നില്ല, അതിൻ്റെ മാനസിക പ്രശ്നം, അങ്ങനെ എല്ലാം കൊണ്ടും സമനില ആകെ തെറ്റി. ഈ സ്ത്രീയുടെയും സമനില തെറ്റിക്കാണ് അല്ലേ. കുഞ്ഞിൻ്റെ അസുഖം മാറാൻ വേണ്ടിയാണല്ലോ സ്വന്തം കുഞ്ഞിന് ബലി കൊടുത്തത്. അങ്ങനെ ആ സ്ത്രീയുടെ പ്രശ്നവും രൂക്ഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരിക്കൽ ഈ മന്ത്രവാദിനിയും സ്വന്തം, അതായത് രശ്മിയും കൂടെ, അതായത് അമ്മയും കൂടെ തെറ്റുകയാണ്. നിങ്ങൾ കാരണമല്ല എൻ്റെ കുഞ്ഞിനെ ബലി കൊടുത്തത്, എന്നിട്ട് കൊച്ചിൻ്റെ അസുഖം മാറുന്നില്ല, എൻ്റെ ഭർത്താവ് തിരിച്ചു വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ തമ്മിൽ തെറ്റുകയാണ്. നാട്ടുകാരിൽ ചിലർക്ക് ഈ രശ്മിയുടെയും ആ കുടുംബത്തിൻ്റെ പ്രവൃത്തിയിൽ ഒരു സംശയം തോന്നുകയാണ്. കാരണം ഈ പെൺകുട്ടി വളരെ മിടുക്കിയാണ്. എപ്പോഴും അനിയൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് നടക്കുന്ന കാഴ്ചയാണ് നാട്ടുകാർ കാണുന്നത്. ഇപ്പോൾ ആ കുഞ്ഞിനെ കാണുന്നതേ ഇല്ല. രശ്മിയോട് പലരും ചോദിച്ചു. രശ്മി അവിടെ മുതൽ ആകെ തകരുകയാണ്. അവർക്കൊന്നാം സമാധാനം നഷ്ടപ്പെട്ട് അവർ കള്ളക്കഥ ഉണ്ടാക്കുകയാണ്. എൻ്റെ കുഞ്ഞിനെ ആരൊക്കെയോ പീഡിപ്പിച്ചു. അങ്ങനെ പീഡിപ്പിച്ചാൽ ആ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് എവിടെയോ രക്ഷപ്പെട്ടു. ഞങ്ങൾ അന്വേഷിക്കുകയാണ്. അങ്ങനെ ആ കേസ് പോലീസിലെത്തുകയാണ്. ഫരീസാബാദ് പോലീസ് ആ കേസ് അന്വേഷിച്ചു. ഇവരെ ആദ്യമേ തന്നെ ചോദ്യം ചെയ്തപ്പോൾ പോലീസിന് ഒരു കാര്യം വ്യക്തമായി. ആ കുഞ്ഞിൻ്റെ തിരോധാനത്തിൽ ഈ അമ്മയ്ക്ക് വ്യക്തമായ പങ്കുണ്ട്. കാരണം പരസ്പര വിരുദ്ധമായ മൊഴികളാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരമ്മയ്ക്ക് എപ്പോഴായാലും മാനസിക നില തെറ്റുമല്ലോ. അവരെത്ര ക്രൂരമായ സ്ത്രീ ആയിക്കോട്ടെ, സ്വന്തം മകളല്ലേ. അങ്ങനെ അവരുടെ മൊഴിയിലെല്ലാം വൈരുദ്ധ്യം കണ്ടപ്പോൾ അവരെ വിശദമായിട്ട് ചോദ്യം ചെയ്തു. അങ്ങനെ ആ സ്ത്രീയെയും കൂട്ടിക്കൊണ്ടും തൊട്ടപ്പുറത്തെ വയലിൻ്റെ സൈഡിലേക്ക് നടക്കുമ്പോൾ ആ സ്ത്രീ ഒരു കാഴ്ച ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്. അവിടെയാണ് എൻ്റെ മകൾ ഉറങ്ങുന്നത്. ആ മകൾക്ക് പറ്റിയ കാര്യങ്ങളെല്ലാം പറയുകയാണ്. എൻ്റെ കുഞ്ഞിൻ്റെ അസുഖം, അതേ ഇളയ കുഞ്ഞിൻ്റെ അസുഖം മാറ്റാൻ വേണ്ടി ഞാൻ മൂത്ത കുഞ്ഞിനെ ബലി കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ പോലീസല്ല, ആ നാട് മുഴുവൻ, അതായത് നാട് മാത്രമല്ല ഇന്ത്യ രാജ്യം മുഴുവൻ നാണിച്ച് തലതാഴ്ത്തിയ നിമിഷമാണ് അല്ലേ. എന്തുമാത്രം അന്ധവിശ്വാസങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കിടക്കുന്നത്. എന്തായാലും ആ സ്ത്രീയുടെ മൊഴി അനുസരിച്ച് ആ മന്ത്രവാദിനിയായിട്ടുള്ള ആ സ്ത്രീയെയും അവരുടെ സഹായമായിട്ടുള്ള ഭീംറാമിനെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്തു. 3 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തതോടെ ഈ കഥയ്ക്കൊരു ക്ലൈമാക്സ് ആവുകയാണ്. ഇതാണ് പലരുടെയും വിശ്വാസം. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യ പോലെയുള്ള സ്ഥലത്തുള്ള വിശ്വാസം ഭയങ്കര തീവ്രമാണ്. ആൺകുഞ്ഞിൻ്റെ ആരോഗ്യം രക്ഷിക്കാൻ വേണ്ടി ഒരു കുഴപ്പവും ഇല്ലാതിരുന്ന മിടുക്കിയായിട്ടുള്ള 13 വയസ്സുകാരിയെ ബലി കൊടുത്തു. അതാണ് ആൺകുഞ്ഞ് മതി പലർക്കും, പെൺകുഞ്ഞ് പലർക്കും ഒരു ശാപമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം ഇപ്പോഴും ഉണ്ട്. അതിനുള്ള വ്യക്തമായ തെളിവാണ് ഫരീസാബാദിലെ ഈ സംഭവം.
വിശ്വാസം അങ്ങനെയാണെന്നേ. നമ്മൾ എന്താണോ അയ്യേ ഇങ്ങനെയൊക്കെ ഉണ്ടോ അയ്യോ എന്നൊക്കെ പറയുന്നതാണ് പലരുടെയും വിശ്വാസം. അത് അന്ധവിശ്വാസമായിട്ട് വളരുമ്പോൾ ജീവൻ പോലും അപകടത്തിലാകുന്നു. ഒന്ന് ചിന്തിക്കുക. നമുക്ക് ചുറ്റും ഒരുപാടുള്ള അന്ധവിശ്വാസങ്ങൾ ഇപ്പോഴും പാറിപ്പറന്ന് നടക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. അത് പലപ്പോഴും കലാപത്തിലേക്കും ദുരന്തത്തിലേക്കും എത്തുമ്പോൾ മാത്രമാണ് അയ്യോ ഇവിടെ ഇങ്ങനൊരു വിശ്വാസം ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ഒന്നേ ഉള്ളൂ പറയാൻ, വിശ്വാസം അത് നന്മയിലേക്ക് നയിക്കുന്നതായിരിക്കണം. ആരുടെയും തലയെടുക്കുന്നതാവരുത്, ആരെയും ദ്രോഹിക്കുന്നതായിരിക്കരുത്, ആരെയും ശപിക്കുന്നതായിരിക്കരുത്. വിശ്വാസം നന്മയിലേക്കാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ ഒരാളും വച്ചു പുലർത്തരുതേ എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചാലോ? നന്ദി, നമസ്കാരം.